ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. നമ്മൾ ഇന്നുള്ളത് ഗോവയിലാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നൈറ്റ് ട്രെയിനിലാണ് വന്നിരിക്കുന്നത്. വെളുപ്പിനെ 4 മണിക്ക് നമ്മൾ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബാംഗ്ലൂർ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ നിന്നുമാണ് വന്നത്. മഡ്ഗോവ ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാൻകോണ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പാട്നം ബീച്ചിൽ വന്നിരിക്കുന്നത്. സോ വി ആർ ഇൻ സൗത്ത് ഗോവ, പാട്നം ബീച്ച്. ഇപ്പം നിങ്ങൾ കാണുന്ന ഇതാണ് പാട്നം ബീച്ച്. നമ്മളിവിടെ സ്റ്റേ എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വൈബ് ഈ ബീച്ചിനോട് നമുക്ക് ഫീൽ ചെയ്തില്ല. ബീച്ച് ആക്ച്വലി ക്വൈറ്റ് ഗുഡ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പക്ഷേ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടിയില്ല. അപ്പം നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്തില്ല. നമ്മൾ അവിടെ നിന്ന് വേറൊരു ബീച്ചിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നതാണ് പാലോലം ബീച്ച്. സോ ഐ എം വൺസ് അഗെയിൻ ബാക്ക് ടു പാലോലം ബീച്ച്. ഞാൻ 2 years ബാക്ക് പാലോലം ബീച്ചിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബീച്ചാണിത്. വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ചസ് ഇൻ ഗോവ. ആ ഒരു ലിസ്റ്റ് എടുത്താൽ നമുക്ക് എന്തായാലും പാലോലം ബീച്ച് കാണാൻ പറ്റും. ഇതിവിടെ നമുക്ക് ഒരു ബീച്ച് വ്യൂ മാത്രമല്ല, ഒരു മൗണ്ടൻ വ്യൂ പ്ലസ് ബീച്ച് വ്യൂ ആണ് എപ്പോഴും ഉള്ളത്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദിസ് ബീച്ച് ഈസ് ഫുൾ ഓഫ് മൗണ്ടെയിൻസ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ബോട്ടുണ്ട്. വേറെ ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ബീച്ചസ് ഒക്കെ ഉണ്ട്. അങ്ങോട്ട് കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളെ ഈ ബോട്ടിൽ കൊണ്ടുപോകാം. അപ്പം നമുക്ക് ആ ഒരു ബീച്ച് എക്സ്പീരിയൻസും ഒക്കെ നമുക്കിവിടെ കിട്ടും. ഇവിടുത്തെ വെള്ളം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ഗ്രീനിഷ് ബ്ലൂ കളറൊക്കെയാണ്. അപ്പോൾ ഗോവയിൽ വന്നു, ഓൾമോസ്റ്റ് ഉച്ചയായി. അപ്പോൾ ഒന്ന് ചില്ലായിട്ട് കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്തിട്ട് ഈവനിങ് സൺസെറ്റൊക്കെ നമുക്കൊന്ന് പാലോലം ബീച്ച് ഒന്ന് കറങ്ങി കാണാമെന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഈ ഒരു ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ളൊരു റിസോർട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം പ്ലേസ് ആയിരുന്നു. ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സീ ആണ്. അപ്പം ഇതൊക്കെയാണ് അവരുടെ താഴെയുള്ള ഒരു സെറ്റിൽമെൻറ്റ്സ്. ഇതൊക്കെ കൂടുതലും ഫോറിനേഴ്സാണ് കേട്ടോ നമുക്കിവിടെ ഉണ്ടായിരുന്നത്. കുറേ പേരുണ്ടായിരുന്നു ഫോറിനേഴ്സ്. അപ്പം ഈ ഒരു ഏരിയ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു റോ ആയിരുന്നു. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് മേലിൽ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സീ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ടോപ്പ് സ്പേസിൽ കുറച്ച് റൂംസും കൂടെ അവർക്കുണ്ടായിരുന്നു. അതാണ് ഇത്. അപ്പം ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൂമായിരുന്നു. ഇത് ജസ്റ്റ് അമേസിങ് ആണ്. വ്യൂ എല്ലാം ജസ്റ്റ് അവിടെ ഇരുന്നാൽ രാവിലെയും ഈവനിങ് സൺസെറ്റും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പം സോ ഓൾമോസ്റ്റ് ഈവനിങ് ആയി. ആ ഒരു ഭയങ്കര ചൂടും വെയിലും ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാം. അതാണ് ഒരു പ്ലാൻ. അപ്പോൾ പാലോലം ബീച്ചിൽ പറഞ്ഞതുപോലെ ബീച്ച് മാത്രമല്ല, 2 സൈഡിലും കുറച്ച് ചെറിയൊരു മലകളൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് റോക്കി ആയിട്ടുള്ളൊരു ബീച്ചാണ്. കുറേ റോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു കൈൻഡ് ഓഫ് വ്യൂവും കൂടെ നമുക്കിവിടെ നിന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ പുറത്ത് ഇതുപോലെ ഫുൾ എല്ലാ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലും അവർ ഇതുപോലെ ചെയർസും ടേബിൾസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് ഡിന്നറിനുള്ളത്. ഡിന്നർ ടൈം ഞാൻ കാണിച്ചു തരാം, ഹൗ ഇറ്റ്സ് ലുക്സ് ഇൻ ദിസ് ബീച്ച്. അപ്പം വി ആർ ഗോയിങ് ടു സീ ദ സൺസെറ്റ് ആൻഡ് ഓൾസോ കുറച്ച് നടക്കണം. അങ്ങനെ നമ്മൾ പാലോലം ബീച്ചിൽ നടക്കാൻ പോവാണ്. കുറേ പേര് കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്തും ഐ തിങ്ക് കയാക്കിംഗ് നല്ലൊരു ബെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. രാവിലെയാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോഴും കയാക്കിംഗ് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്.
സൗത്ത് ഗോവ ബീച്ചസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വ്യൂവും പിന്നെ അധികം തിരക്കില്ലാത്തൊരു ബീച്ചസും ഒക്കെ ആയിരിക്കും നമുക്കിവിടെ. തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും, കൂടുതൽ ഫോറിനേഴ്സ് ആയിരിക്കും. പിന്നെ ഭയങ്കര ഒരു റഷ് ഉണ്ടാവില്ല. നമ്മൾ നോർത്ത് ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റഷായിരിക്കും. അപ്പോൾ നമ്മൾ നടന്ന് ബീച്ചിൻ്റെ വൺ എൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫുള്ള് കല്ലുകളാണ്, ഫുൾ പാറക്കെട്ടുകളാണ്. ഇത് നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റും. ഈ ഒരു ഇങ്ങനെ കെട്ടിയിരിക്കുന്നതിൽ മേളിൽ കൂടെയും അല്ലെങ്കിൽ നമുക്ക് പാറകളിൽ കൂടെ കയറിയാണെങ്കിലും പോകാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വേറൊരു ബീച്ചാണ്, ഒരു ചെറിയ ബീച്ചാണ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, ഇത് കുറച്ച് നടന്നപ്പുറം എത്തണം. അപ്പോൾ ഇപ്പോൾ തന്നെ സൺസെറ്റ് ഓൾമോസ്റ്റ് ആവാറായി. അപ്പോൾ ഇതിന് നമ്മൾ അപ്പുറത്ത് പോയിട്ട് വരാൻ പറ്റില്ലല്ലോ ആ സമയത്തെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ മോർണിംഗ് ആണ് നമ്മൾ അപ്പുറത്തെ ബീച്ചിൽ പോകുന്നത്. ഐ വിൽ ഷോ യു ഇൻ നെക്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് വ്ലോഗ്. അപ്പം ഇപ്പോൾ നമുക്ക് സൺസെറ്റ് ഓൾമോസ്റ്റ് ആയി. സോ ലെറ്റ്സ് എൻജോയ്. അപ്പോൾ ഇതാണ് പാലോലം ബീച്ചിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയണത്. വൺ എൻഡ് തൊട്ട് മറ്റേ അതർ എൻഡ് വരെ നിങ്ങൾക്ക് ആ ലൈറ്റ് ഇങ്ങനെ കാണാൻ പറ്റുന്നല്ലേ. അത് ഫുള്ളും ഇതുപോലെ റിസോർട്ട്സും റെസ്റ്റോറൻറ്റ്സും ഒക്കെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബീച്ചിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫുള്ള് ടേബിൾസും ചെയറെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഫുള്ള് ഒരു ക്യാൻഡിൽ ലൈറ്റ് പോലെയൊക്കെയുള്ള സെറ്റപ്പ് ആക്കിയിട്ട് അവിടെയാണ് കൂടുതൽ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഈവൻ അവരുടെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റിലും ഇരിക്കാം, പുറത്തും ഇരിക്കാം. ഇത് യൂഷ്വലി ഗോവയിലെ എല്ലാ ബീച്ചസിലും കാണുന്ന ഒരു നൈറ്റ് വ്യൂ ആണ്, അല്ലെങ്കിൽ ഈവനിങ് വ്യൂ ആണ്. ഒരു സൺസെറ്റ് കഴിയുമ്പോൾ തന്നെ അവർ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഫൈനലി ഇതാണ് ലുക്ക്. അപ്പം നല്ലൊരു ഒരു ബീച്ചിൻ്റെ മുമ്പിലിരുന്ന് ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കുമല്ലോ. നല്ലൊരു പീസ്ഫുൾ ഒരു എന്താ പറയുക, ആ ഒരു മൂഡായിരിക്കും അത്. ആൻഡ് ഓൾസോ ആ ഒരു ബീച്ചിൻ്റെ സൗണ്ടും ആ ഒരു വേവ്സിൻ്റെ സൗണ്ട് എസ്പെഷ്യലി. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഡിന്നർ ലൊക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നൈറ്റ് വ്യൂ. പിന്നെ ഗോവയിൽ ഫുഡ് അത്യാവശ്യം എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ യൂഷ്വലി നമ്മൾ കടയിലൊക്കെ പോയിട്ട് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ആ ഒരു റേറ്റ് നമ്മൾ ഏത് കടയിൽ നിന്ന് കഴിച്ചാലും ഉണ്ടാവും. അപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിലും നമ്മളൊരു പബ്ബിൽ പോയി കഴിക്കുന്ന ഓൾമോസ്റ്റ് ആ ഒരു റേറ്റ് തന്നെയായിരിക്കും ഇവിടെ നമ്മൾ ഏത് ടൈമിൽ ഈവൻ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പോലും ആ ഒരു റേറ്റ് തന്നെ വരും. പക്ഷേ ഫുഡൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഫുഡ് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് എപ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പം എനിക്ക് പൊതുവേ ഗോവ ഫുഡെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കുന്നതുകൊണ്ടാണെങ്കിലും വേറെ ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് കുറച്ചുകൂടെ ഫോറിനേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഡീസൻറ്റ് ഫുഡായിരിക്കും. എല്ലാ ടൈപ്പ് ഫുഡും നമുക്ക് കിട്ടും. സോ അതാണ് എൻ്റെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് ഗോവ വ്ളോഗ്. സോ സീ യു ഇൻ നെക്സ്റ്റ് പാർട്ട്. ബൈ ബൈ.